പ്രപഞ്ചത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ നിമിഷാർത്ഥത്തിൽ വന്നു പോകുന്ന ചെറിയ എളിയ ജീവികൾ മാത്രമാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടനയും ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ബൃഹത്തായ വലുപ്പമൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മളൊക്കെ ഒരു നിസ്സാരരായ ജീവികളാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ദൈവികമായ ചിന്തകൾ കൊണ്ടുമൊക്കെ നമ്മൾ ചിലതൊക്കെ കണ്ടുപിടിക്കും. എക്സ്റേ കണ്ടുപിടിച്ച റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പലരും പറഞ്ഞു റോൺജൻ റൈസ് എന്ന് പേര് കൊടുക്കുക. അദ്ദേഹം പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ ഞാനൊരു നിമിത്തമാണ്, ഇത് ഞാൻ കണ്ടുപിടിച്ചെന്നൊന്നും പറയാനൊക്കത്തില്ല, അതുകൊണ്ട് റോൺജൻ റൈസ് എന്നൊന്നും ഞാൻ കൊടുക്കുകയില്ല. ഇതിന് എക്സ് എന്ന് പറഞ്ഞാൽ അനന്തതയുടെ സംജ്ഞയായ എക്സ് എന്ന് ചേർത്ത് ഞാൻ എക്സ്റേ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് റോൺജൻ അതിനെ ബഹുമാന പുരസ്സരം ലോകത്തിന് സമ്മാനിച്ചു. ഇപ്പോഴും നമുക്കറിയാം റോൺജനാണ് എക്സ്റേ കണ്ടുപിടിച്ചെന്ന് പറയാം. അതേസമയം അമേരിക്കയിൽ മറ്റൊരു മനുഷ്യൻ ഇതുപോലൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. അത് നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും ഇടിച്ചു നിരത്തുന്ന വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. അത് പറ്റാതൊന്നുമല്ല. JCB എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ച ആളുടെ പേര് തന്നെയാണ് JCB. ജോസഫ് സിറിൽ ബാസിലസ് എന്ന് പറയുന്ന ആളുടെ പേരിൻ്റെ ചുരുക്കപ്പേരാണ് JCB. ഇത് നമുക്ക് എത്ര പേർക്കറിയാം? JCB എന്ന് പറയുന്ന ജോസഫ് സിറിൽ ബാസിലസ് ആണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അത് കണ്ടുപിടിച്ച ആൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിട്ട് അദ്ദേഹത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടിട്ടാണ്. പക്ഷേ ആർക്കും തന്നെ JCB പോകുമ്പോൾ ജോസഫ് സിറിൽ ബാസിലസ് എന്നുള്ള പേര് ഓർമ്മ വരത്തില്ല. അതേസമയം നമുക്ക് എക്സ്റേ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുമ്പോൾ റോൺജൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചെന്നൊക്കെ പറയും. നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ പലതും കണ്ടുപിടിക്കാനൊന്നും നമ്മൾക്ക് നിമിത്തമാവുന്നത് മാത്രമേ ഉള്ളൂ, നമ്മളൊരു ഉപകരണം മാത്രമാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു എളിമ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹ്യൂമിലിറ്റിയിൽ നിന്നാണ് പല കാര്യങ്ങളും നോക്കുന്നത്. എളിമ, നമ്മുടെ ജീവിതത്തിൻ്റെ എളിമ നമ്മളെല്ലാ സ്ഥലത്തും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ഒരു ദിവസം ഇട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നത്. നമ്മൾ ചക്രം എന്നൊക്കെ ധനത്തെ പറയാറുണ്ട്. ചക്രം പോലും അത് ഉരുണ്ട് നമ്മുടെ കയ്യിലേക്ക് ചക്രം നമ്മുടെ ശേഷം അത് ഉരുണ്ട് മറ്റുള്ളവർക്ക് പോകും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ചക്രം ഉരുണ്ട് മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകും. എല്ലാം ഒരു അനുഭവിക്കാൻ ഒരു കൃപയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാത്രമാണ് നമ്മളിലൂടെ അത് ഒഴുകി പോകുന്നത്. ഈ ഒരു ഹ്യൂമിലിറ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് ഈ ജോസഫ് സിറിൽ ബാസിലസിൻ്റെ JCBയുടെ കണ്ടുപിടുത്തവും എക്സ്റേയുടെ കണ്ടുപിടുത്തവും കണ്ടുപിടിച്ച റോൺജനെ നമ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലത്. ഒന്നിലും സ്വന്തം പേരും പുകഴ്ചയും ഒന്നും ഇടാൻ പാടില്ല. ദുഷ്ടൻ തൻ്റെ നിലത്തിന് സ്വന്തം പേരിടുന്നു എന്ന് ബൈബിളിൽ പറയാറുണ്ട്. ഒന്നിനും സ്വന്തമായിട്ട് അങ്ങനെ പേരോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ ഒരു നിമിത്തം മാത്രമായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ഒരു നാമധാരികളായിട്ടൂടെ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അനിൽ ഫിലിപ്പോസ് എന്നുള്ള പേരിൽ ഈ കാലഘട്ടത്തിലൂടെ അറിയപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ പേര് പോലും അന്വർത്ഥമാക്കാത്ത രീതിയിൽ അത് എവിടെയെങ്കിലും ആയിരിക്കും. അത് ഓർക്കണമെന്ന് പോലുമില്ല. അത് ഒരു ചെറിയ ജീവിതകാലയളവ് മാത്രം ഓർക്കാനുള്ള പേരാണ് നമ്മുടെ പേരുകൾ പോലും എന്നുള്ള ഒരു ഹ്യൂമിലിറ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആ ഹ്യൂമിലിറ്റിയോടുകൂടി ചെയ്യുക. ഈശ്വരാധീനം കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒറ്റ വിചാരത്തിൽ നമ്മളെപ്പോഴും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹീതമാവും. അല്ലെങ്കിൽ ജോസഫ് സിറിൽ ബാസിലസിനെ ആരും ഓർക്കാത്തതുപോലെ അത്രയും നല്ല ബൃഹത്തായ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ട് പോലും അദ്ദേഹത്തെ ആരും ഓർക്കാത്തതുപോലെ നമ്മൾ പറയുമ്പോൾ മാത്രമേ ജോസഫ് സിറിൽ ബാസിലസ് ആണ് JCBയുടെ ഷോർട്ട് ഫോം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കുക, ഹ്യൂമിലിറ്റി കീപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജീവിതം.